ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലത് എങ്ങനെ ഉച്ചരിക്കണോ ചൊല്ലതായിട്ട് ഇനി പ്രത്യേകമായിട്ടും പഠിക്കണായ ഒരു വിഷയം. ചൊമ്മപ്പെട്ട ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിസ്കാരത്തിൽ ഓതുക അല്ലാത്തറിയാൻ ചൊല്ല ആയെങ്കിൽ അതിന് എങ്ങനെ ഉച്ചരിക്കണോ എവിടത് അതിന് മഖ്റജ് എങ്ങനെ ചൊല്ലത് നിങ്ങൾ ഗുന്താവാണ്ട് പോകും. അതിന്റെ കാരണത്തിൽ ഞങ്ങൾ എല്ലാവരും നിസ്കാരവും ബാക്കിലാവും. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനായ വിഷയം മാത്രമല്ല, അത് പ്രാക്ടീസ് ആക്കാനായ ഒരു വിഷയം കൂടിയായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലത് ഓതുന്നത് ആയെങ്കിൽ മുറുമഹത്വം എന്നാണ് എന്റെ ചൊല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് പഠിച്ച മഹാനായ ഇമാം ജുർദാനി റളിയല്ലാഹു അൻഹു അയാൾ തന്റെ അൽ ജവാഹിറുൽ ലുഅ്ലുഇയ്യ ഫീ ശറഈ അർബഈൻ നബവിയ്യ ചൊല്ലിയ കിതാബിലോ ഒരു സംഭവം ചൊല്ലു. ഒമിൻ ഖവാസിഹ, ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ഒരു എക്സലൻസി ആയിട്ട് പ്രത്യേകതയായിട്ട് ഫളായിലായിട്ട് അന്ന മൻ തലാഹ ഇൻദ നൗമി, ഒരാൾ മാത്തു ഉറങ്ങുന്ന സന്ദർഭത്തിൽ 21 മറ 21 വട്ടം മാത്തു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാത്തു ചൊല്ലിണ്ടായെങ്കിൽ, ഒരാള് ഉറങ്ങുന്ന സന്ദർഭത്തിൽ 21 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിണ്ടായെങ്കിൽ 3 ഫായിദ അവന് കിട്ടുമോ ചൊന്നിട്ടായിട്ട് മഹാനായ ഇമാം ജുർദാനി റളിയല്ലാഹു അൻഹു കിതാബിൽ പഠിപ്പാട്ടു. ഒന്ന്, അമിന തിൽക്കൽ ലൈല മിനശ് ശൈത്വാൻ, അൻപത്ത് ജാവലു ഇബ്ലീസിന്റെ ഉപദ്രവത്തിൽ നിന്നും മൗനിക്കല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ട് ജാവ് കിടക്കുമ്പോ 21 വട്ടം ഓതിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അമിന തിൽക്കൽ ലൈല മിനശ് ശൈത്വാൻ, ശൈത്വാന്റെ ഉപദ്രവം നിൽക്കല. വേണ്ടാത്ത കിനാവ് കണ്ട് ശൈത്താന്റെ പേടിപ്പാട്ട് ഇങ്ങനത്തെ കിനാവ് അല്ലെങ്കിൽ ശൈത്താൻ തനിക്ക് കൂടിയ പോലെ അവിടെ ഇതൊന്നും അണ്ടത്ത് ജാവലിക്കല. അള്ളാഹു ഉണ്ട് ആ ഒരു വിസ്മിരെ കാരണത്തിൽ അവിടെ കാക്കൂച്ചുണ്ടായിട്ട് ഇമാം ജുർദാനി റളിയല്ലാഹു അൻഹു ഉണ്ട്. രണ്ടാമത്തേത് വലിയൊരു ഫായിദായിട്ട് ഒമിൻ ഫുജിയത്തിൽ ഒമിൻ മൗത്തിൽ ഫുജിയ, ഇന്നിപ്പോ നടന്നുകൊണ്ടുള്ള എല്ലാം സഡന്ന മരിപ്പായിട്ടിരിക്കുക, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള മരിപ്പായിട്ടിരിക്കുക, സഡന്ന മരിക്കുന്ന ആൾമാർ ഇന്നിപ്പോ അങ്ങനെ ആരോഗ്യ പിന്നെ രോഗിയായിട്ട് കിടക്കണമെന്നൊന്നും ഇല്ല, സഡന്നായിട്ട് മരിപ്പായിട്ടിരിക്കുക. ഇന്നിപ്പ ഞങ്ങ കേട്ടോണ്ടല്ലേ ഇപ്പൊ പലക്ക പറഞ്ഞു പോയ എത്രയുണ്ട്, ജസ്റ്റ് പലക്ക പറഞ്ഞു പോയ എത്രയുണ്ട് നോക്കുമ്പോ മരിച്ചിട്ടേ. അള്ളാഹു അങ്ങനത്തെ മരിപ്പെടുത്തിട്ടു സലാമത്താക്കട്ടെ. അങ്ങനെ ചൊല്ല് അങ്ങനത്തെ മരിപ്പെടുത്തിട്ടു സലാമത്ത് കിട്ടണ എന്നുണ്ടെങ്കില കിടക്കുമ്പോ 21 വട്ട ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി കിടക്കണം ചൊന്നിട്ടായിട്ട് 21 വട്ടം മാത്രം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ട് കിടന്നുണ്ടായെങ്കിൽ സഡന്ന പണ്ട് മരിപ്പെടുത്തിട്ട് അള്ളാഹു സലാമത്താക്കോ ചൊന്നിട്ടായിട്ട് അതിൽ പഠിപ്പാട്ട്. അതേപോലെ മൂന്നാമത്തെ ഒരു ഫായിദ നിറവുന്നുണ്ട, വഅമിന ബൈതഹു മിനസ് സരീഖ, അണ്ടത്ത് ജാവുലു ഔത്തു കള്ള വരല ചൊന്നിട്ടായിട്ട് കക്കിടവണു ഔത്തെ ദറോടാക്കടെ ഒരാളും ഔത്തമിട്ട ബറല ചൊന്നിട്ടായിട്ട്. കാരണം എന്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിക്കുള്ള പവറായിട്ട് ചൊന്നിട്ടായിട്ട് മഹാനായ ഇമാം ജുർദാനി റളിയല്ലാഹു അൻഹു കിതാബിൽ രേഖപ്പെടുത്തൽ. അപ്പൊ കിടക്കുന്ന സന്ദർഭത്തിൽ 21 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിട്ടുണ്ടെങ്കിൽ 3 ഫായിദയായിട്ട്. ഒന്ന്, ശൈത്താൻ അണ്ടത്ത് ജാവലുണ്ട് മുട്ട പറല. രണ്ടാമത്തേത് സഡന്നായിട്ട് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള മരിപ്പെടുത്തിട്ടും സലാമത്താവ. മൂന്നാമത്തേത് ഔത്തുലു കള്ള പറല ചൊന്നിട്ടായിട്ട് അണ്ടത്ത് ജാവൽ ഔത്തുലു കള്ള പറല കല്ലെടുത്തിട്ടുള്ള സലാമത്താക്കോ ചൊന്നിട്ടായിട്ട് മഹാനായ ഇമാം ജുർദാനി റളിയല്ലാഹു അൻഹു പഠിപ്പാട്ട്. എന്നിട്ട് മാത്രല്ല അതിൽ ചൊല്ലു ഹദീസിൽ പഠിപ്പാട്ട് ഒരാൾ മാത്തു നല്ല നീയത്തോടു കൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ സ്വർഗ പടച്ചറപ്പിട്ട് ചൊല്ലണം. പടച്ചറപ്പ് ലബ്ബൈക വസഅദൈക അല്ലാഹുമ്മ ഇന്ന അബ്ദക ഫുലാനൻ ഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ചറപ്പേ ഇന്ന റായത്തെ ഒരാൾ കുത്താരവർ ബഷീറിയത്തുള്ള ഒരാള് പടച്ചറപ്പേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ടു എപ്പോഴും അതിൽ ചൊന്നോണ്ടുണ്ട് റബ്ബേ. അപ്പൊ എന്നിട്ട് സ്വർഗ ചൊല്ലേ അല്ലാഹുമ്മ സഹ്സിഹു അനിന്നാർ, പടച്ചറപ്പേ അവിടെ നീന് നരകത്ത് നീനെ കടത്തണ്ട റബ്ബേ. ആർക്കൊള്ളേ സ്വർഗ ചൊല്ലൂല. പടച്ചറപ്പേ അവിടെ നീന് നരകത്ത് നീന് കടത്തണ്ട. വാദ്ഖിൽഹു ജന്നതക, നിന്റെ സ്വർഗത്ത് നണ്ടിട്ട് നീ അവന്റെ പ്രവേശനാക്പാട്ട് ചൊന്നിട്ടു ആ സ്വർഗ ചൊല്ലു ചൊന്നിട്ടായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയ ഹദീസും ഇമാമിയ കിതാബിലു രേഖപ്പെടുത്തിപ്പിക്കാറ്. അപ്പൊ ആയത് കൊണ്ടിട്ടു വലിയൊരു ഫളായിലുള്ള മഹത്വമുള്ള ഒരു
ആയത്തായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലത് അത് ജീവിതത്തില് യാറെ മാതൃത്ത ചൊല്ലുണ്ടെങ്കിൽ അതിന്റെ ഫായിദ അവരുടെ ജീവിതത്തിലും കാണു ചൊന്നിട്ടായിട്ട് മഹാനായ അഹ്മദുൽ കബീർ റിഫായില്ലാഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പാറ്റുകാരും അള്ളാഹു ധാരാളപ്പെട്ട ചൊല്ലുന്നത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ബിസ്മിൽ എത്ര അക്ഷരം ഉണ്ടോന്നുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലതിൽ എത്ര എത്ര 30 10 അക്ഷരമുണ്ട്. എത്ര? 10 അക്ഷരം. ആ 10 അക്ഷരത്തിനെതിരെ ഒരു ഫായിദ നടത്തുന്നവരാ നരകത്തെ സ്ട്രോങ് കാക്കടെ 10 മലക്കുന്നുള്ളത്. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എപ്പോഴും ചൊല്ലുണ്ടെങ്കിൽ ആ 10 സ്ട്രോങ്ങില് മലക്കുന്ന തൊട്ട് അള്ളാഹു സലാമത്താക്കുന്നുണ്ടായിരിക്കും. അപ്പൊ 10 അക്ഷരം പോലും നാവിടെ ഉച്ചരിക്കണം ചെന്നിട്ടായിരിക്കും ഫാത്തിഹ ഓതാൻ പറ്റുള്ളൂ. എന്നാല് യാറത്തെ അക്ഷരവും ബറാണ്ടായി പോണ്ടു. അങ്ങനെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു വിഷയം തോന്നുന്നുണ്ട. ഫസ്റ്റ് അക്ഷരവും ലാസ്റ്റ് അക്ഷരവും യാറത്തെ ആൾമാർ മിസ്സാക്കി പോണ്ടാറ്. ഇതെല്ലാവരും ശ്രദ്ധിക്കുന്ന വിഷയം, പ്രാക്ടീസ് ആക്കുന്ന വിഷയം. കാരണം എന്താ ചോദിച്ചെങ്കിൽ മരിക്കറവ് തോറും നിസ്കരിച്ചിട്ട് ആ നിസ്കാര അള്ളാഹു കബൂലാക്കില്ലെങ്കിൽ ഒരു ഫായതയില്ല. ഒരു അറബിരട്ടിക ഒരാള് 10 വർഷം നയിച്ചിട്ട് ഒരു 5 പൈസ പോലും ശമ്പളം കൊടുത്തില്ലെങ്കിൽ ഒരു ഫായത ഉണ്ടാ. അതേപോലെ ജീവന പര്യന്തം അങ്ങ് നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിൽ ഫാത്തിയമേ നിങ്ങൾക്ക് സമയമില്ലുണ്ടെങ്കിൽ നിസ്കരിച്ചിട്ട് ഫായത വെറുതെ ഉറക്കലയുടെ വെറുതേക്ക് താജ് നിസ്കരിക്കുന്ന വെറുതേക്ക്. അപ്പൊ ആ കാലത്ത് ഈ വിഷയം ശരിക്കും പഠിക്കണം. ഫാത്തിഹ നിർബന്ധമായിട്ട് മോദൻകുല്ല ഒരു സൂറത്തായിട്ട് ഫാത്തിഹ. അപ്പൊ അതിൽ ഒന്നാമത്തെ ആയത്തായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പൊ യാറത്തെ ആൾമാറും ഈ ആയത്തിന്റെ സ്റ്റാർട്ടിംഗിലെയും എൻഡിങ്ങിലെയും 2 പദമുണ്ടാണ്. ഉദാഹരണക്ക് ഇപ്പൊ ഞാനിങ്ങനെ അർത്ഥാവണമെന്നാണ് ചെല്ലത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്തിനാ വിട്ട ബിസ്മില്ലാഹിർ റഹ്മാൻ ബാ ബണ്ടില്ല. നീ ജസ്റ്റ് ഒന്ന് നീ അർത്ഥാക്കി നോക്കൂ. ബാ ബണ്ടില്ല ചൊമ്മാൽമാരൊന്നും ബാ ബണ്ടില്ല. കൈ കെട്ടി ബിസ്മില്ലാഹിർ റഹ്മാൻ ഞങ്ങൾ തപ്പിട്ട് പോണ്ടേ ടിക്കൽ ഞങ്ങൾ ആദത്തില്ലാണ്ടായിക്കൊണ്ടേ ഈ ബാ തപ്പി പോണ്ട് കാണാൻ ബിസ്മില്ലാഹിർ റഹ്മാൻ ബിസ്മില്ലാഹിർ റഹ്മാൻ. അപ്പൊ ഞങ്ങൾ എന്താ വിചാരിച്ച ബിസ്മില്ലാ ഇത്ത് വിചാരിക്കുക. അവിടെ എന്താ പോയിട്ട് ബാബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാസ്റ്റ് മീമും കക്കടാർ ചില ആൾമാർ. ഈ 2 അക്ഷരമോടെ പോയിട്ട് 10 പോലത് ഫോണിൽ എത്തിപ്പോയിട്ട് നിസ്കാര ബാത്തിലായി പോകും. അപ്പൊ ബിസ്മില്ല ബി ചൊല്ലത് ബാവും ഉച്ചരിക്കണം, റഹീം ചൊല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ മീമും പറഞ്ഞു, ഈ മീമും ഉച്ചരിക്കണം. ഈ 2ഉം ഇല്ലാണ്ടായിക്കൊണ്ടതായിട്ട് ബിസ്മിൽ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണായത്. അപ്പൊ ബാ പോയിട്ട് അവിടെ എന്തിനാ വേണ്ടേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാ പോയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർത്ഥം അവിടെ തന്നെ ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു വിഷയം. അത് ഈ ബിസ്മി കൈ കെട്ടിട്ട് ബിസ്മി ചൊല്ലുമ്പോ കറക്റ്റ് ഉച്ചാരണത്തോടു കൂടെ ശ്രദ്ധിച്ചിട്ട് അത് ഓതുന്നു. ഞങ്ങൾ എവിടെമാ ഇങ്ങനെ ആലോചനയൊക്കെ ഉണ്ടെങ്കിൽ ബാ അവിടെ പറഞ്ഞു ചാൻസേ ഇല്ല. ചുമ എറേറായിട്ടിരിക്കും. ബാ വണ്ടിയില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ ആയി പോണ്ടു. ആ കാലത്ത് അത് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം. ബാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാസ്റ്റ് മീമും പറഞ്ഞു. ലാസ്റ്റ് എന്താ നീട്ട ഇങ്ങനായിട്ട് ബേക്കര് അമീം എന്താവില്ല ഉച്ചാരണത്തിൽ ബണ്ടില്ല. അതിന്റെ കാരണം എന്താ? ശ്രദ്ധിക്കാത്ത കാരണത്തിലായിട്ട് ശ്രദ്ധിച്ചിട്ട് ഓതുമ്പത്തുക കറക്റ്റ് ആയിട്ട് ബണ്ടത്. ഞങ്ങിപ്പ ഉദാഹരണക്ക് ഇപ്പം ഒരു 40 ഇതേ വിഷയം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ പ്രാക്ടീസ് അതേ ആയി പോയിട്ട് പിന്നെ ബാ തപ്പില്ല. അപ്പൊ ഇത് പ്രാക്ടീസ് ഇല്ലാത്ത കാരണത്തിലായിട്ട് ബാവും മാവും പോയി പോണ്ടേ. അത് പ്രത്യേകമായിട്ടും എന്താക്കണം ശ്രദ്ധിക്കുന്ന ഒരു വിഷയമായിട്ട്. പിന്നെ ഈ ബാ ചൊല്ലത് ഈ അറബില് ചില അറബിയുടെ അൽഫബറ്റിൽ ചില അക്ഷരത്തെ പ്രത്യേകത എന്തിട്ടുണ്ടെങ്കിൽ ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴത്തേക്ക് കാത്ത് പുറത്ത് പണ്ട്, ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴത്തേക്ക് ബായിൽ കാത്ത് പുറത്ത് പണ്ടില്ല. ഇങ്ങനെയുണ്ട് ചിലത്. അർത്ഥം ചിലത് അർത്ഥം അങ്ങനെയായിട്ട് കാത്ത് പുറത്ത് പണ്ടതുണ്ട്, കാത്ത് പുറത്ത് പറയാത്തതുണ്ട്. അത് നിങ്ങൾ ഔട്ട് മെല്ലെ നിങ്ങൾ ഖുർആൻ ഓതുമ്പോഴത്തേക്ക് ഈ അലിഫ് ബ ത ഇത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും അർത്ഥാവിടും ഏതെല്ലാം. പിന്നെ ഞങ്ങൾത്തില് എല്ലാത്തിലും ചിലപ്പോ പുറത്ത് പറയും, എല്ലാത്തിലും പുറത്ത് പറയാണ്ട് വയ്ക്കും. അങ്ങനല്ല, ഏതെല്ലാം പുറത്ത് പറഞ്ഞു ഏതെല്ലാം പുറത്ത് പറയാൻ ചൊല്ലിയത് ചില കണക്കുണ്ട്. അതിൽ പെട്ട ഒന്നായിട്ട് ഈ ബാ ചൊല്ലുമ്പോഴത്തേക്കു ഈ ബാ ചൊല്ലുമ്പോഴത്തേക്ക് എന്തിനു വേണ്ടില്ല കാത്ത് പുറത്ത് വേണ്ടില്ല. 2 ചുണ്ടും ഒട്ടിക കൂട്ടുമ്പോഴത്തേക്ക് വേണ്ട പതായിട്ട് ബാ ചൊല്ലത്. അപ്പൊ കാത്ത് പുറത്ത് വേണ്ട ബാ 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 ചൊല്ലുമ്പോ കാത്ത് പുറത്ത് വേണ്ട, പുറത്ത് വേണ്ടില്ല.
അപ്പൊ കാത്ത് പുറത്ത് ബറാത്ത് ബായുടെ പുറത്ത് ബറാത്ത ഒരു അക്ഷരായിട്ട് ബാ ചൊല്ലത്. അങ്ങനെ ഈ രണ്ട് ചുണ്ടും പ്രസ്സാക്കുമ്പോൾ വേണ്ട അക്ഷരായിട്ട് ബാ. ഇതിനകത്താക്കണമെന്നുണ്ട് ഔത്തുദിച്ച് ചന്ത പ്രാക്ടീസ് ആക്കണം. ഒരു 10 വട്ടം 6 മില്ല ഉണ്ട് ഔത്തുദിക്കരുത്, വേറെ എന്തും ഇല്ല. ഖുർആൻ ഓതി കൂലി കിട്ടും. ബാ 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 ഇങ്ങനെ 10 വട്ടം നിങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാ സമയത്ത് ഫാത്തിഹ സൂറത്ത് തീരലോട് കൂടെ 100% ഫാത്തിഹ സമയത്ത് 100% ഫാത്തിഹ സമയം. അപ്പൊ കാത്ത് ബറാത്തെ പോലെ ഒന്ന് ജാഗ്രത ആക്കണ ഒരു അക്ഷരം കൂടി ആയിട്ടിക്കര് ബാ. ഏൻ അയൽപ്പിന്റെ ഉള്ള അക്ഷരമായിട്ടിക്കര് സീന് അല്ലെ. ബിസ്മി ബിസ്മി അല്ലേ പറഞ്ഞാറ ഇല്ലല്ലേ. ബിസ്മി തെല്ലിത് അധ്വാനിക്കണോ ഇതിക്ക് തെല്ല് കഷ്ട പറഞ്ഞു ഇത്ര തൊല്ലാണല്ലേ സൗണ്ട് ഇട്ട് എനിക്കൊരു നിങ്ങൾ സൗണ്ട് ഇടണമായിട്ട് വേണ്ട. അത് പ്രാക്ടീസിങ്ങിനെ വന്നെങ്കിൽ മാത്രമായിട്ട് സമാവില്ല. സമാവില്ല കാലിങ്ങനെ അതങ്ങനെ ഇതിങ്ങനെ ചെന്നിട്ട് നിയത്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സമാവില്ല. അത് പ്രാക്ടീസ് ആയിട്ടേ കൊണ്ടുവരണം. ഒന്നും ബാക്കിയുള്ള അക്ഷരന്തര പണ്ടില്ല, പുറത്ത് കാത്ത് പുറത്ത് പണ്ടില്ല. ബാ രണ്ട് ചുണ്ടും രണ്ട് ലിപ്പും പൊട്ടിയ കൂട്ടമ്പത്ത് വേണ്ട അക്ഷരമായിട്ട് ബാ. പിന്നെ സീന് സീന് ചൊല്ലത് നാവിടെ കൊടിയും രണ്ട് പള്ളുടെ ഇടൽ പണ്ട അക്ഷരമായിട്ട് സീൻ 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 ചൊല്ലുമ്പോൾ കാത്ത് പണ്ടായില്ലേ? നിങ്ങൾ ചൊല്ലാറില്ല കാത്ത് പണ്ടായില്ലേ? കാത്ത് ബന്നില്ലുണ്ട് ബണ്ടായില്ലേ? ബന്നില്ലുണ്ടെങ്കിൽ കൊണ്ട് നാവൽ സമയമില്ല അർത്ഥ കാത്ത് പുറത്ത് പറഞ്ഞു സീൻ സീൻ സീൻ. കാത്ത് പുറത്ത് ഉണ്ടായില്ലേ നോക്കൊണ്ടായി എന്താക്കണോ എതിരുള്ള കൈ വീക്കണം. സീൻ 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 അല്ലെ സീൻ ആക്കുമ്പോ ആ കാത്ത് പുറത്ത് വേണ്ടില്ലേ? ആ കാത്ത് പുറത്ത് പറഞ്ഞു ചൊന്നിട്ടായിട്ട്. അതേപോലെ ആ ഇങ്ങനെ ഈ സീൻ എന്താക്കണം ഇങ്ങനെ ഒൽകിട്ട് പറഞ്ഞു. പിന്നെ എന്തിനു ചൊന്ന പോലെ അല്ല പിസ്ത പിസ്ത ചൊല്ലുമ്പോ സീൻ ഇങ്ങനെ ഒൽകി വേണ്ട. നാസ്ത നാസ്ത ചൊല്ലുമ്പോ ഇങ്ങനെ വേണ്ട. ചൊല്ലത് അർത്ഥത്തോടെ നീങ്ങാനായിട്ട് പിസ്ത ചൊല്ലുമ്പോ ഈ സീൻ ഇങ്ങനെ ഒൽകിട്ട് വേണ്ട ഇല്ലല്ലേ. നാസ്ത ചൊല്ലുമ്പോ സീൻ ഒൽകിട്ട് വേണ്ട ഇല്ല. അതേപോലെ നിങ്ങൾ ചൊല്ലാം പിന്നെ അവർക്ക് മസ്തിലാണ്ട് മസ്ത് മസ്ത് സീൻ ഒൽകിട്ട് വേണ്ട ഇല്ല. ഈ ബിസ്മിലുള്ള സീൻ അറബിയിലുള്ള സീൻ അങ്ങനല്ല ഒൽകിട്ട് പറഞ്ഞു ബിസ്മി ബിസ്മി ആരാക്കി ആ സീൻ ചെയ്യാവില്ല. അർത്ഥം എന്തിനുണ്ട് ബിസ്മി ആക്കി നയമയ്യാവില്ല. ബിസ്മില്ല ബിസ്മില്ല സീൻ എന്താണ് ഒൽകിട്ട് പറഞ്ഞു ഇങ്ങനെ അർത്ഥം ചൊല്ലുന്നത്. ആ സീന്റെ പദം എന്തിനാണ് സ്പഷ്ടമായിട്ട് എതിർള്ള പറഞ്ഞു ബിസ്മില്ലാഹി 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 ആണല്ല ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ചന്തായിട്ടിക്കര് ആ കറക്റ്റായിട്ട് ഉച്ചാരണ പറയുമ്പോ എന്താവും നല്ല ഓത്തും കറക്റ്റ് ആവുള്ളൂ. ഇപ്പൊ എന്തിനാ പഠിച്ച ഇപ്പൊ ബാവും സീനും സീന് ചൊല്ല അക്ഷരം എന്തിനാവണു ബായുടെ കാത്ത് എന്താവണു പുറത്ത് പറഞ്ഞു അർത്ഥം അർത്ഥം എന്തിനായിട്ട് യെസ് ബിസ്മി രണ്ട്. മൂന്നാമത്തേത് മീ ബിസ്മില്ല മീ 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 അല്ലെ. അവിടെ അതേപോലെ മീ ചൊല്ലുമ്പോ വയൽ കാത്ത് പുറത്ത് വേണ്ട മീ മീ ബാ ചൊന്ന പോലെ മേ ഇട്ടിക്കര് അർത്ഥം അവിടെ നിന്നിട്ട് രണ്ട് ലിപ്പിടെ വേണ്ട ഇട്ടിക്കര് മീ മീ ബിസ്മി. അപ്പൊ ബിസ്മി ഈ 3 അക്ഷര ഇപ്പൊ ഇണ്ടി പഠിച്ച് ബാവും സീനും മീമും. അപ്പൊ ബാലെന്തിര എന്തിനാ പുറത്ത് പറയില്ല കാത്ത് പുറത്ത് വേണ്ടിയില്ല. ബാ ബാ ചൊല്ലുമ്പോ സീനില് കാത്ത് പുറത്ത് വേണ്ട മാത്രല്ല തെല്ല് എന്തിനാവണു ഒൽകിയ പോലെ ആയിട്ട് ബിസ്മി ബിസ്മി അർത്ഥം ചെന്നത് മാത്രം കേട്ട മയ്യാവില്ല. ഇത് നിങ്ങൾ അവത്തിൽ പ്രാക്ടീസ് ആക്കണോ. കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തുടങ്ങിയ എപ്പ തുടങ്ങിയ ചെറിയ തുടങ്ങിയ നിസ്കരിക്കണം മരിക്കത്തോളം ഞങ്ങൾ നിസ്കരിക്കൊണ്ടു. ഈ നിസ്കാരം ചെയ്യാവുണ്ടെങ്കിൽ ഈ പാത്തിയ ചെയ്യാവണം. പാത്തിയ ചെയ്യാവുണ്ടെങ്കിൽ ഓരോ അറപ്പ് ശരിയാവണം. അറപ്പ് ശരിയായില്ലെങ്കിൽ നിസ്കാരം ചെയ്യാവില്ല. അപ്പൊ ഇതെന്തിനാവണം പ്രാക്ടീസ് ആക്കിട്ടേ പറഞ്ഞത്തരെ പ്രാക്ടീസിലേ ഇങ്ങനെ പണ്ട്. ഇപ്പൊ ഈ വിഷയത്തിൽ ചിലപ്പോ LKG മക്കായിട്ടിക്കുവാർ ഇല്ല പഠിക്കണായിട്ടിക്കര പണ്ട് നിർബന്ധമായിട്ടും പഠിക്കണായിട്ടിക്കര്. അപ്പൊ ആ കാലത്തില് ബ സീൻ മീൻ ഈ 3 അക്ഷരമായിട്ടിക്കര് ഇണ്ടിപ്പോ ചെന്ന ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെല്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആന്റെ ശരിക്കും മഖ്റജയോട് കൂടെ അതിന്റെ സിഫാത്തോട് കൂടെ പഠിക്കണതും അതുപോലെ ഞങ്ങളെ നാവ് ഉച്ചരിക്കണതും പടച്ചറബിന് തൗഫീഖ് നൽകണം റഹ്മാൻ. ചെറിയ തുടങ്ങിയിട്ട് പടച്ചറബേ ഇണ്ട് തോലും ഞങ്ങ നിസ്കാര ഖളാആക്കാണ്ട് ഒരൊറ്റ വക്ത് പോലും ജമാഅത്ത് മിസ്സാക്കാണ്ട് നിസ്കരിക്കാൻ കൊള്ളാറ്. അതേപോലെ നിസ്കരിക്കണം പ്രിയാക്കരം കൊള്ളാറ്. പടച്ചറബേ ഇതെല്ലാം നീ ഖബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ മഖാരിജ് അല്ലെങ്കിൽ സിഫാത്ത് സമയമില്ലാത്ത കാലത്തിൽ ഞങ്ങളെ നിസ്കാര ബാത്തിലാക്കിയിട്ട് ഞങ്ങളെ മൗത്ത് കടിക്കുന്ന ഒരു അവസ്ഥ നീ എന്തുപാട്ടാണ്
എല്ലാരെയും ഇബാദത്ത് ഖബൂലായ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തുന്നു റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.